അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വന്നു. ഒരു ദിവസം കഴിഞ്ഞു. ഈ ഒരു ദിവസം മറക്കാനാകാത്തൊരു ദിവസമായിരുന്നു. ശാന്തസുന്ദരമായ കുളിരേകുന്ന കാറ്റിൻ്റെ തലോടൽ ഏറ്റുകൊണ്ടാണ് പ്രഭാതം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചതും. എല്ലാവർക്കും വളരെ സന്തോഷകരമായിരുന്നു. ശക്തമായ ചൂട്, ആ ചൂടിൽ ഒന്നാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു അനുഭൂതി. സത്യത്തിൽ നോമ്പ് മുറിച്ചതിന്, നോമ്പ് തുറന്നതിന് ശേഷവും വെള്ളം കുടിക്കണമെന്നുള്ള ആഗ്രഹമോ ഒന്നുമില്ലാതെ, ദാഹം തന്നെ ഇല്ലാത്ത ഒരു അന്തരീക്ഷം. അള്ളാഹുവേ, ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ റഹ്മാനെ. വരുന്ന ദിവസങ്ങളിലൊക്കെ ശാന്തസുന്ദരമായി ഈ ദിവസത്തെ പോലെ പാറിപ്പെയ്യുന്ന മഴ, അൽഹംദുലില്ലാ, അതുപോലെ അനുഗ്രഹങ്ങളുടെ കരവറകൾ ഞങ്ങളിലേക്ക് ചൊരിച്ചു തരണേ റഹ്മാനെ, ചൊരിഞ്ഞു തരണേ റഹ്മാനെ. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാന്റെ അവസാനത്തെ ദിവസത്തിൽ ഞങ്ങളോട് ഒരു പ്രസംഗം നടത്തി. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് ആ വാർത്ത, എന്താണ് ആ വഅള്, ആ പ്രസംഗം? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അളല്ലകും ശഹ്റുൻ അളീം, വണ്ണമായ ഉദാത്തമായ വലിയൊരു ദിവസം, വലിയൊരു മാസം നിങ്ങൾക്കിതാ തണലിട്ടിരിക്കുന്നു. തണൽ 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 എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ശക്തമായ ചൂടുള്ള സമയത്ത് തണലിൽ നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്താ കാരണം? അത് ശാന്തമാണ്, ആ തണല് സന്തോഷമാണ്. അതേപോലെയുള്ള സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആ ഒരു പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ, ബറക്കത്താക്കപ്പെട്ട മാസമാണ്. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ, 1000 മാസങ്ങളെക്കാൾ ഖൈറായ ഒരു രാവുള്ള പവിത്രമായ റമളാൻ. ജഅലല്ലാഹു സിയാമഹു ഫരീള, ഈ റമളാനിൽ നോമ്പ് നോക്കൽ ഫർളാണ്. വഖിയാമ ലൈലിഹി തതവുഅ, തറാവീഹ് പോലത്തെ നിസ്കാരങ്ങളൊക്കെ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കണം. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ആരെങ്കിലും ഒരു നന്മയുടെ അണുമണി തൂക്കം, ഏതെങ്കിലും ഒരു അല്പം നന്മ ചെയ്താൽ, കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ, റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു ഫർള് വീട്ടിയവനെ പോലെയാണ്, ഒരു ഫർള് ചെയ്തവനെ പോലെയാണ്. ഒരു ഫർളിന്റെ കൂലിയാണ് ഒരു സുന്നത്തിന് എന്നർത്ഥം. വമൻ അദ്ദാ ഫരീളതൻ ഫീഹി, എന്നാൽ ഈ റമളാനിൽ ഒരു ഫർള് വീട്ടിയാലോ, ഫർള് ചെയ്താലോ, കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ, റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ഫർള് ചെയ്ത പ്രവർത്തനം, പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് ഷഹ്റുൻ അളീമാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ തുറന്ന് നമ്മളിലേക്ക് നൽകുന്ന മാസമാണിത്. ഒരിക്കലും ഒരാളും ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഉള്ളതൊക്കെ വാരി കോരിയെടുക്കണം. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും വിഭവസമൃദ്ധമായ വസ്തുക്കൾ കൂന കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ എടുത്തോ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും കൈയും മെയ്യും മറന്നുകൊണ്ട് അതെല്ലാം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ധൃതി കാണിക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ പരിശുദ്ധമായ റമളാൻ വിഭവങ്ങളുടെ കൂമ്പാരമായി നമ്മളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കഴിവിൻ്റെ പരമാവധി ഈ പരിശുദ്ധമായ റമളാനിൽ കിട്ടേണ്ടത് മുഴുവനും നമ്മൾ നേടിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയാണ്, വസ്സബ്റു സവാബുഹു അൽ ജന്ന വഹുവ ശഹ്റു സബ്രി, റമളാൻ മാസം ക്ഷമയുടെ മാസമാണ്, ക്ഷമയുടെ കൂലി സ്വർഗമാണ്. വശഹ്റുൽ മുവാസാത്തി, പരസ്പര സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മാസമാണ്. വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റിസ്ഖ് വിശാലമാക്കപ്പെടുന്ന, കൊടുക്കപ്പെടുന്ന മാസമാണ്. മൻ ഫത്തറ ഫീഹി സ്വായിമൻ,
പ്രസിദ്ധമായ റമദാൻ മാസത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മൻ ഫത്തറ ഫീഹി സായിമൻ, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി, അവന്റെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്. വൈതുഖ റഖബതിഹി മിനൻ നാർ, നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കും, അതിനും സബബാണ്. വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്ലിഹി ഷൈഉൻ, ഞാൻ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ എനിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണോ അതുപോലെയുള്ള പ്രതിഫലം ഒന്നുപോലും ചുരുങ്ങാതെ ആരാണോ ക്ഷണിച്ചിട്ട് ആ ക്ഷണിക്കപ്പെട്ട ആള് വന്നാൽ, ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ അവനിക്കും അതേപോലെ പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. യവന് കിട്ടേണ്ട കൂലി കുറച്ച് അങ്ങോട്ട് കൊടുത്തിട്ടല്ല, യവന് പരിപൂർണമായ കൂലി കിട്ടും, അതേപോലെ അവനും ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകരെ, സ്വഹാബികൾ പറയുകയാണ്, ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സ്വായിം, നോമ്പുകാരനുക്ക് അവനുക്ക് വേണ്ടുന്ന എല്ലാം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഅതില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സായിമൻ അലാ മദ്ഖത്തി ലബനിൻ, ആരെങ്കിലും ഒരാള് ഒരിറക്ക് പാല് കൊടുത്തുകൊണ്ടാണോ നോമ്പ് തുറപ്പിക്കുന്നത്, ഔ തമ്രത്തിൻ, അല്ലെങ്കിൽ കാരക്ക കൊടുത്തുകൊണ്ടാണോ, ഈത്തപ്പഴം കൊടുത്തുകൊണ്ടാണോ, ഔ ശർബത്തി മിമ്മാഇൻ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുള്ള ഒരിറക്ക് വെള്ളം കൊടുത്തുകൊണ്ടാണോ നോമ്പ് തുറപ്പിക്കുന്നത്, എന്നാൽ ഈ പ്രതിഫലം അവനിക്കും ലഭ്യമാണ്. പക്ഷേ വമൻ അശ്ബഅ സായിമൻ, ഒരു നോമ്പുകാരനെ വേണ്ടതുപോലെ വയറു നിറച്ച് ഭക്ഷണം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാൽ സഖാഹുല്ലാഹു മിൻ ഹൗളി, എൻ്റെ ഹൗദിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഹൗളാണ്? ശർബത്തൻ ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്ന, ഒരിക്കലും ദാഹിക്കേണ്ടി വരാത്ത അത്രയും പരിശുദ്ധമായ ഹൗദിൽ നിന്ന് സ്വർഗത്തിൽ അവന് കുടിപ്പിക്കുകയും അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മത്തുൻ, ഈ മാസത്തിന്റെ ആദ്യത്തെ ഭാഗം റഹ്മത്തിന്റെ ഭാഗമാണ്. വഔസതുഹു മഗ്ഫിറത്തുൻ, മധ്യഭാഗം പാപമോചനത്തിന്റെ ദിവസങ്ങളാണ്. വആഖിറുഹു ഇത്ഖും മിനൻ നാർ, അവസാന ഭാഗം നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. അങ്ങനെയുള്ള വലിയ പ്രതിഫലാർഹമുള്ള വലിയ മാസമാണ് ഈ മാസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാരവത്തായ ഒരു പ്രഭാഷണം നടത്തി. ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകും എന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും പരിശുദ്ധമായ റമളാൻ എല്ലാ നിലയ്ക്കും നമുക്ക് അനുകൂലമാക്കി സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പാഠം 1, 30 പാഠം വരെ വിഭവസമൃദ്ധമായ പല വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, സംസാരിക്കാം, കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.